ഒരു പ്ലാൻ കാണുന്ന സമയത്ത് ആക്ച്വലി 3 തരത്തിലാണ് കമൻറ്റ് ചെയ്യുക. ചില പ്ലാന് കാണുമ്പം ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരിക്കും. പക്ഷെ മറ്റു ചില പ്ലാനുകൾക്ക് ഒരു ആവറേജ് ഓക്കെ കുഴപ്പമില്ല. പക്ഷെ ചില പ്ലാന് കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷം തോന്നും. ഈ 3 പ്ലാനിനും ഫ്ലോർ ഉണ്ട്, വാൾസ് ഉണ്ട്, റൂഫ് ഉണ്ട്, ആവശ്യമുള്ള റൂംസ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു പ്ലാൻ മികച്ചതായി നിൽക്കുന്നത്? ഒറ്റ ആൻസറേ ഉള്ളൂ, ദി പ്രസൻസ് ഓർ ദി ആബ്സെൻസ് ഓഫ് ലൈഫ്. തീർച്ചയായിട്ടും ഒരു പ്ലാനിന് ആക്ച്വലി ഒരു ലൈഫ് ഉണ്ട്. ഇതൊരു വലിയ വീടായതുകൊണ്ടോ അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി ഇൻറ്റീരിയർ ചെയ്തുകൊണ്ടോ ഉണ്ടാകുന്നില്ല. ഒരു വീടെന്ന് പറഞ്ഞാൽ ബേസിക്കലി അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വീട് തന്നെ നല്ല മൊമെൻറ്റ്സ് നൽകുന്നതാകുമ്പോഴാണ് ഒരു വീടിന് ആക്ച്വലി ലൈഫ് ഉണ്ടാവും എന്ന് പറയുന്നത്. അതിന് ആവശ്യത്തിന് എയർ സർക്കുലേഷൻ വേണം, നല്ല വെന്റിലേഷൻ വേണം, പിന്നെ നമ്മുടെ പാഷൻ, ഹോബീസ് ഇതൊക്കെ ഇൻസ്പയർ ചെയ്യുന്നതായിരിക്കണം. നമ്മൾ ആക്ച്വലി ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ റിഫ്ലക്ഷൻ ആയിരിക്കണം ആ വീട്. അങ്ങനെയുള്ള വീട്ടിൽ താമസിക്കുന്നവരുടെ ബോണ്ട് വളരെ സ്പെഷ്യലായിരിക്കും, വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അവിടെ നല്ല സന്തോഷം ഉണ്ടായിരിക്കും, നല്ല പ്രോസ്പെരിറ്റി ഉണ്ടായിരിക്കും. ആക്ച്വലി വീട് തന്നെ ഒരു പീസ്ഫുൾ മാഗ്നറ്റ് ആയിട്ട് മാറും. സോ എന്തുകൊണ്ടാണ് എല്ലാ വീടും ഇതുപോലെ ആകാത്തത്? മോശം ഡിസൈനർ ആയതുകൊണ്ടാണോ? ഒരിക്കലും അല്ല. നമ്മൾ വേണ്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ ഡിസൈനറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ ബേസിക്കലി എന്താ പറയുക, നമുക്ക് വേണ്ട ബേസിക് നീഡ്സ്, ഇത്ര റൂം വേണം, കാര്യങ്ങൾ വേണം, ഇത്ര സ്ക്വയർ ഫീറ്റിനുള്ളിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ചില കോൺസെപ്റ്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതിനപ്പുറം നമ്മൾ നിർബന്ധമായും ഡിസ്കസ് ചെയ്യേണ്ട 36 മറ്റു പോയിൻറ്റ്സും ഉണ്ട്. ഈ ഇത്രയും കാര്യങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ പ്രോമിസ് യു ഓരോ വീടും വണ്ടർഫുൾ പീസ് ഓഫ് ആർട്ടായിട്ട് മാറും.